വെളുത്ത് മെലിഞ്ഞ് മുടി വളർത്തിയ മാത്യു, തടിച്ച് ചെറുതാടി വെച്ച എബി, ഒരു നോർമൽ ഫിസിക്കായ ഒരു ബ്ലാക്ക് സ്പെക്സ് വെച്ച് ജോൺ. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു തണുത്ത മഴ കഴിഞ്ഞിട്ടുള്ള വിജനമായ രാത്രിയിൽ മാത്യു പതിയെ വിജനമായ റോഡിലൂടെ നടന്നു നീങ്ങുകയാണ്. അവനെ പിന്തുടരുന്ന 2 പേർ, എബി, ജോൺ. ആരോ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ മാത്യു അവൻ്റെ വേഗത പതിയെ കുറച്ചു. എബി മാത്യുവിനെ വിളിച്ചു. മാത്യു പതിയെ തിരിഞ്ഞു നോക്കി. അപരിചിതമായ 2 മുഖം. ആരാ? മാത്യു അല്ലേ? ഞാൻ എബി, ഇത് ജോൺ. മനസ്സിലായില്ല. നിളയുടെ നിള 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 അവളെൻ്റെ ലൈഫിലേക്ക് വന്നത് ഇപ്പോഴും മാജിക് പോലെയാണ്. ആ മൊമെന്റ് ഷീസ് ലൈക്ക് എ ബട്ടർഫ്ലൈ. She's like a butterfly. She's like a butterfly. She's like a butterfly. അവൾ വന്നതിന് ശേഷം ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ മറന്നു. പോസസീവ് അല്ലായിരുന്നു ഞാൻ, പക്ഷെ അവളെന്നെ പോസസീവ് ആക്കാൻ പഠിപ്പിച്ചു. നീള അവളെനിക്ക് ഒരുപാട് സ്പെഷ്യലായിരുന്നു, ഒരുപാട് സ്പെഷ്യലായിരുന്നു. അന്ന് ഒരു മഴയുള്ള ദിവസമായിരുന്നു. ഞാനും അവളും ഞാനും ആ മഴയത്ത് ഒരു വയൽ, പുറകിൽ മൊത്തം അതിൻ്റെ ശബ്ദം. ഞാനും അവളും എനിക്ക് ലൈഫിൽ ആ ഫീൽ വന്നത് ആദ്യമായിട്ട് അവളാണ്. ഹലോ, ഓക്കെ പപ്പ, ഞാൻ വന്നോളാം പപ്പ. പക്ഷെ ആ മഴയത്ത് അവൾക്കൊരു കോൾ വന്നു. I didn't expect that. ആ കോൾ അവൾക്ക് വരാൻ പറ്റില്ലായിരുന്നു. ബട്ട് നീല, she's such a beautiful girl. അവൾ എന്നെ ഒരുപാട് മാറ്റി. അവൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹം അവനും കൊടുത്തു. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ലേ? ഞാൻ സ്പെഷ്യലല്ലേ അവൾക്ക്? she was just making me fool. അവളുടെ ഇമാജിനറി വേൾഡിൽ എന്നെ ഫുള്ള് യൂസ് ചെയ്യായിരുന്നു. അവളുള്ള ഓരോ മൊമെൻറ്റും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അവളുള്ള ഓരോ സെക്കൻഡും ഞാൻ എൻജോയ് ചെയ്തു. എനിക്കറിയാം, അവൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. കരയാൻ ഞാൻ മറന്നു. എനിക്ക് കരച്ചിലേ വരില്ല. She just went away. She is fucking fake. She's just fucking fake. മാത്യു, നിങ്ങളെ ഫേക്കല്ല. നിള, എടാ, നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല.
ഞങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്ത് വേഴ്സ്റ്റ് സിറ്റുവേഷൻ വന്നാലും ലൈഫിൽ അവളുടെ ആ കുറുമ്പും അവളുടെ ആ കുസൃതികളും അത് മാത്രം മതിയായിരുന്നടാ എനിക്കൊക്കെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഫ്യൂലായിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇപ്പം അതാണ്. അല്ലേ ജോണേ? എടാ ലൈഫിൽ എന്ത് ഇഷ്യൂ വരുമ്പോഴും അവളുടെ ഒരു ചേർത്ത് പിടിക്കലുണ്ടടാ. അപ്പം കിട്ടുന്ന ആ ഓറയുണ്ടല്ലോ, ആ പോസിറ്റിവിറ്റി, അതിനി ഇല്ലയെന്ന് ആലോചിക്കുമ്പോൾ എടാ നമ്മുടെ ലാസ്റ്റ് ഹൽദി ഫംഗ്ഷൻ എനിക്ക് ഓർമ്മയില്ല. എടാ നമ്മളെന്താ എത്ര ഹാപ്പി ആയിരുന്നു അന്ന്. എടാ അവളെത്ര ഹാപ്പി ആയിരുന്നു. അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എടാ അവൾ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുമായിരുന്നടാ. അവളിനി ഇല്ല. മാത്യു, അവൾ ഫേക്കല്ല. അവളില്ലാത്തതിന് കാരണം നീയാ. നീ കുസൃതി വികൃതി, കുസൃതി വികൃതി, ഇത് രണ്ടും എൻ്റെ അടുത്ത് മാത്രമാണെങ്കിൽ ഓക്കെ. ഷീസ് ഹാവിങ് ദ ജസ്റ്റ് ഫൺ വിത്ത് എവരി വൺ. എല്ലായിടത്തും കുസൃതി, എല്ലായിടത്തും വികൃതി. വൈ ഐ ആം ഇൻ ടു ദാറ്റ്. ഞാൻ എന്തിനാണ് അതിനകത്ത്? ഐ എം ജസ്റ്റ് ഫൂൾ. ഓ മൈ ഗോഡ്, ഫൂൾ. പറ്റില്ല. Because I love her. But she's just fucking fake, man. Fucking fake. മാത്യു, എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ അവളെ മനസ്സിലാക്കിയിട്ടില്ല. നിൻ്റെ ഇമാജിനറി വേൾഡിൽ മാത്രമാണ് ഞങ്ങളുടെ നിള ഫേക്ക്. ചോണേ, നമ്മുടെ നില ഫേക്കാണോ? ഞങ്ങളുടെ നിലയില്ലാത്ത നിൻ്റെ ഇമാജിനറി വേൾഡിൽ ഇനി നീ മാത്രമായിട്ട് വേണോ മാത്യു? നിങ്ങൾക്കെന്നെ കൊല്ലാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ ഈ മാത്യുവിൻ്റെ ഇമാജിനറി വേൾഡിലെ ക്യാരക്ടേഴ്സ് അല്ലേ. മാത്യു, സ്റ്റോപ്പ്. മാത്യുവിനെ കൊല്ലാൻ 2 പേര് വന്നു. പക്ഷെ ഇമാജിനറി അവർ പുറകിലുണ്ട്. ഒന്നും മനസ്സിലാവണല്ലോ മച്ചാനെ. ഇത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞു തരുമോ? സർ, ആക്ച്വലി മാത്യുവിൻ്റെ ഇമാജിനറി ലോകത്ത് 2 പേര് മാത്യുവിനെ കൊല്ലാൻ നിൽക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഇവിടെ മരണപ്പെടേണ്ട ആൾ ഒരു മിനിറ്റ്. ആരാ? ഞങ്ങൾ ആരാ മരണപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. മരണോ? മനസ്സിലായില്ല. നിങ്ങൾക്ക് ആരാ? മാത്യു, ഹെബി, ജോൺ. വേണ്ട. ആരോ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ മാത്യു അവന്റെ വേഗത എന്താണ് മച്ചാൻ ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ.
ഇതൊക്കെ ഇരിക്കുന്നത് നിന്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. ഇവിടെ ഞാനാണോ ഹാലുസിനേറ്റ് ചെയ്യുന്നത്, നീയാണോ ഹാലുസിനേറ്റ് ചെയ്യുന്നത്, നിന്റെ കഥയാണോ ഹാലുസിനേറ്റ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ മച്ചാനെ? നിള അവൾ ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. പപ്പയും മമ്മിയും ഞാനും അല്ലാത്തൊരു ലോകം അവൾക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ആ ലോകത്തിലേക്കാണ് ഒരു പുതിയ അതിഥി കടന്നു വന്നത്. പതിയെ പതിയെ ആ അതിഥി അവൾക്ക് എല്ലാമായി മാറി, ഞങ്ങളെക്കാട്ടിലും പ്രിയപ്പെട്ടതായി. പക്ഷേ അവളെല്ലാവരെയും സ്നേഹിച്ചു, അവനെ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അവൻ അവളെ വെറും ഫേക്കാക്കി. നീള ഇപ്പം ഇല്ല, നീള ഞങ്ങളെ വിട്ടുപോയി. അവളിപ്പില്ല. അതിന് കാരണക്കാരനായത് ആ അതിഥിയാണ്. അവൻ്റെ ഇമാജിനറി വേൾഡിലെ ചിന്തകൾ ഞങ്ങളുടെ നിളയെ ഇല്ലാതാക്കി. നിളയില്ലാത്ത ലോകത്ത് ഇനി അവൻ വേണ്ട. മരണപ്പെടേണ്ടത് ആ അതിഥിയാണ്. നിളയുടെ സ്വന്തം റാം. ജോണേ,